മകളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പാവയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ലെണ്ണയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെച്ചത് നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് വിനാഗിരി നമ്മൾ ചേർത്തിട്ടേ ഇല്ല. അപ്പം ഇത് ചോറ് കഴിക്കാനും ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതേ രീതിയിൽ ചെയ്തിട്ടില്ലാത്തവർ ഇതേ രീതിയിൽ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം. അപ്പോൾ പിന്നെ കഴിക്കാത്ത കുട്ടികളൊക്കെ, പാവയ്ക്ക കഴിക്കാത്ത കുട്ടികളൊക്കെ അവരൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് ഞാനൊരു 300 ഗ്രാം പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഈ പാവയ്ക്ക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കയ്പ്പാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിൻ്റെ കയ്പ്പ് മാറ്റാൻ വേണ്ടി നമ്മളതിൻ്റെ ഒരു വെള്ളം ഒന്നും ഊറ്റിക്കളയത്തില്ല. ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഈ വെള്ളം പിഴിഞ്ഞ് കളയുന്നത്. അപ്പോൾ ഇത് ഞാനെല്ലാം കഴുകി ഉപ്പുവെള്ളവും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി തോർത്തി വെള്ളമായി ഒട്ടുമില്ലെന്ന് ഉറപ്പ് വരുത്തി വെയിലത്തിട്ടൊന്ന് വെയിൽ കൊള്ളിച്ച് അതിൻ്റെ വെള്ളം തോർത്തിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും വേണ്ട ഇതിങ്ങനെ പിളർന്ന് ഇതിനകത്തെ സീഡെല്ലാം നമ്മൾ നീക്കം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതിന് നീളത്തിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. വട്ടത്തിൽ കട്ട് ചെയ്താൽ ഇത് ഒടിഞ്ഞൊടിഞ്ഞ് പോകും. അപ്പോൾ ഇതിൻ്റെ രീതി അങ്ങ് മാറും. അപ്പോൾ അച്ചാറിടുമ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇതേ രീതിയിലാണ്, നീളത്തിലാണ്. ചെറിയ ചെറിയ നമ്മുടെ ഈ 1 ഇഞ്ച് വലിപ്പത്തിൽ, നമ്മുടെ കൈയുടെ 1 ഇഞ്ച് വലിപ്പത്തിലാണിത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എല്ലാം ഇങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പാവയ്ക്ക എന്ന് പറയുമ്പോൾ കയ്പ്പാണല്ലോ, കയ്പ്പ് കളഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് പാവയ്ക്ക ആവത്തില്ല. അപ്പോൾ പാവയ്ക്കയുടെ ടേസ്റ്റ് തന്നെ കയ്പ്പാണ് കേട്ടോ മക്കളെ. അപ്പോൾ പാവയ്ക്കയ്ക്ക് വളരെയേറെ ഗുണങ്ങളുള്ളതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. വൈറ്റമിൻ സിയും എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിന് നീര് കളഞ്ഞാൽ പിന്നെന്തോ ഗുണമുള്ളത്. അപ്പോൾ നമ്മൾ ഇതേ രീതിയിലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിനകത്ത് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെക്കുന്നുണ്ട്. അതിനകത്ത് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടോ, എല്ലായിടും ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ നേരത്ത് ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതേ രീതി ചെയ്യുമ്പം. അത്തരം കയ്പ്പ് ഇച്ചിരി ഒന്ന് ബാലൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ കൂട്ടി ഞെരടി തിരുമ്മി വെക്കുന്നുണ്ട്. അപ്പം വെള്ളം വരുത്തില്ല. വെള്ളം വന്നാൽ തന്നെ നമ്മളത് ഊറ്റിക്കളയില്ല. ഈ വെള്ളം കൂടെ ചേർത്താണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് 10 മിനിറ്റ് ഇവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 കുടം വെളുത്തുള്ളി എല്ലാം തൊലി കളഞ്ഞെല്ലാം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമുക്ക് വട്ടത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പാവയ്ക്കല്ല, നമ്മുടെ വെള്ളം ഒട്ടും വന്നിട്ടില്ല കണ്ടോ. ചിലരൊക്കെ എടുത്ത് പിഴിയുന്നതാണ്, അങ്ങനെ പിഴിയാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മൾ എണ്ണയ്ക്കകത്താണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇത് വറുത്തിടുക. അപ്പം വെളിച്ചെണ്ണയും എണ്ണയും കൂടെ ആകുമ്പം ഇതിന് 2 സൈസ് എണ്ണയായിപ്പോവും. വെളിച്ചെണ്ണയും എണ്ണയും കൂടെ ആകുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതല്ല. രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന്, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, എണ്ണയാണെങ്കിൽ എണ്ണ. അപ്പോൾ ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഞാനിത് വറുത്ത് കോരുന്നത്. അപ്പോൾ എന്താണ് കണ്ടില്ലേ, നമ്മുടെ ഈ പാവയ്ക്കകത്ത് വെള്ളം ഇറങ്ങിയിട്ടൊന്നുമില്ല കണ്ടില്ലേ. നമ്മൾ വെള്ളം ഇറങ്ങിയാൽ തന്നെ അത് പിഴിഞ്ഞും കളയരുത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളിങ്ങ് വറുത്ത് കോരുവാണ്. കുറേശ്ശെ ഇട്ട് 3 പ്രാവശ്യമായിട്ട് ഞാൻ ഈ പാവയ്ക്ക വറുത്ത് കോരുന്നുണ്ട് കേട്ടോ. അത് മൂക്കണ്ട, അത് ഉള്ളു വേവരുത്, പുറമെല്ലാം നല്ല ക്രിസ്പി ആവേണ്ട. പുറമെല്ലാം ഒന്ന് മൂക്കത്തക്ക രീതിയിൽ വേണം അത് മൂപ്പിച്ചെടുക്കാൻ. ഉള്ളു വെന്ത് പോയാൽ പിന്നെ നമ്മൾ പാവയ്ക്ക കറിയായി പോകും കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് നമുക്ക് വേവാത്ത രീതിയിൽ മൂപ്പിച്ചെടുക്കാം. ആദ്യത്തെ ട്രിപ്പ് മൂത്തിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തു. അങ്ങനെ 2-3 ട്രിപ്പ് നമ്മൾ മൂപ്പിച്ചതാണ്. 3ാമത്തെ ട്രിപ്പാണ് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെ അങ്ങ് കടുവിട്ടാണ് നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് നല്ല ഇപ്പോൾ തന്നെ കഴിക്കാനും നല്ല ഒരു ക്രിസ്പിയാണ്, ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുകിട്ടു. പൊട്ടിയതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ടു, ആവശ്യത്തിന് കറിവേപ്പില ഇട്ടു. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് നമ്മൾ ഇഞ്ചി ചേർക്കില്ല കേട്ടോ. നമ്മുടെ ഈ അച്ചാറിന് ഇഞ്ചി ചേർക്കില്ല. പിന്നെ എന്നിട്ട് പച്ചമുളകും ചേർത്ത് ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതുണ്ടാക്കി മൂത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എണ്ണയെല്ലാം പതയൊക്കെ മാറി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കായവും ചേർത്ത് കൂട്ടി അത് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പം മുളക് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം നമ്മൾ
ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കും കേട്ടോ. പുളി നമ്മൾ ചൂടുവെള്ളത്തിലായിരുന്നു ലൂസാക്കി വെച്ചിരുന്നത് കേട്ടോ. പുളിയും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് വീണ്ടും ചേർത്തായിരുന്നു കേട്ടോ. ചേർത്ത് എന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ വെള്ളം, നമ്മൾ പുളി ചേർത്താൽ ഇത് ചീത്തയാവത്തില്ല കേട്ടോ. നമ്മൾ എണ്ണയ്ക്കകത്ത് എണ്ണ മുകളിൽ പൊങ്ങി നിന്ന് വെക്കുന്ന അച്ചാറുകളൊന്നും ചീത്തയാവില്ല. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഈ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കില്ലായിരുന്നു, വിനാഗിരി ഒന്നും ഇല്ലായിരുന്നു. അന്നൊക്കെ ഈ എണ്ണയാണ് മുകളിൽ പൊങ്ങി നിന്നാൽ നമ്മുടെ ഈ അച്ചാറുകൾ ഐറ്റംസ് ഒന്നും ഒരിക്കലും കേടാകില്ല കേട്ടോ. ഈ സമയത്ത് നമ്മൾ ശർക്കരയും ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം നമുക്കിനി നാണ്ട ഈ നമ്മുടെ വറുത്ത പാവയ്ക്കായിട്ട് കൂട്ടി ഇളക്കി. അപ്പോൾ ഇനി വേവാൻ പാടില്ല കേട്ടോ. അധികം നേരം നമ്മൾ ഈ ഫ്ലെയിമിനകത്ത് വെച്ചേക്കാൻ പാടില്ല. ഇങ്ങനെ കൂട്ടി ഇളക്കി ആവശ്യത്തിന് കുറച്ച് കായവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം കയ്പ്പ് നമുക്ക് അധികം ഫീൽ ചെയ്യില്ല കേട്ടോ. കയ്പ്പാണല്ലോ അച്ചാറിൻ്റെ പാവയ്ക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കയ്പ്പാണല്ലോ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കയ്പ്പ് കളഞ്ഞാൽ എന്തോ. അപ്പോൾ കയ്പ്പില്ലാത്ത രീതിയിൽ ചെറുതായിട്ടൊരു കയ്പ്പൊക്കെ കാണാതിരിക്കും കേട്ടോ. അപ്പം നമ്മൾ വേണ്ട ഒരു ഗ്ലാസ് പാനിലാണ് നമ്മൾ അച്ചാർ ഐറ്റംസൊക്കെ സൂക്ഷിച്ച് വെച്ചത്. ഉപ്പും എരിയും പുളിക്കുന്ന ഒന്നും നമ്മൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ വെക്കാൻ പാടില്ല. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ഗ്ലാസ് പാനാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സൈഡിലൊന്നും തൊടിയിക്കാതെ തന്നെ ഉള്ളിലേക്ക് വീഴത്തക്ക രീതിയിൽ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്ത് ഒട്ടും ഉള്ളിൽ സ്പേസ് ഇല്ലാത്ത രീതിയിൽ കുത്തി നിറച്ച് വെക്കത്തക്ക രീതിയിലാണ് നമ്മളിത്. അപ്പം നമ്മുടെ അച്ചാർ ഇത് തണുത്തായിരുന്നു കേട്ടോ. തണുത്തതിന് ശേഷം, അത് പറയാൻ വിട്ടു, തണുത്തതിന് ശേഷമാണ് നമ്മളിത് കുപ്പിയിലാക്കുന്നത്. അപ്പം കുപ്പിയിലാക്കിയിട്ട് നമ്മൾ സ്പേസ് ഒട്ടും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ ഇടിച്ച് കൊള്ളിച്ച് കുത്തി നിറയ്ക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ, അതേ രീതിയിൽ കുത്തി നിറച്ച് നമ്മൾ അടച്ച് മാറ്റി വെച്ച് നമ്മളിൻ്റെ എണ്ണ തെളിഞ്ഞ് കണ്ടില്ലേ. അപ്പം അടച്ച് മാറ്റി ഞാൻ വെച്ചതാണ്. അപ്പോൾ എണ്ണ തെളിഞ്ഞെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിനിയും ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്പൂണ്, നമ്മൾ ഈ അച്ചാറെടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണ് നമ്മൾ ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ അണു വിമുക്തമാക്കിയതിന് ശേഷം ഈ കുപ്പിക്കകത്ത് ഇടാൻ പാടുള്ളൂ. അന്നേരം നമ്മുടെ അച്ചാറുകൾ ഇതേ രീതിയിൽ ചരിച്ച് എണ്ണ ഇങ്ങോട്ട് ചരിച്ച് വേണം നമ്മൾ അച്ചാർ എടുക്കാനും. അങ്ങനെയൊക്കെ നമ്മൾ അച്ചാർ ഉപയോഗിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കഴിക്കാത്ത കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.